നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ടെങ്കിലും ചില വലിയ കള്ളന്മാരിലേക്ക് അന്വേഷണം ഇപ്പോഴും എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ നിന്നും സ്വർണം കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ഈ 2019 നടന്ന വിഷയത്തിൽ ഇപ്പോഴും അതേ സ്വർണം അതുപോലെ ഒന്ന് അനക്കുക പോലും ചെയ്യാതെ അവിടെ വെച്ചേ കാണോ എന്നുള്ളതിലാണ് ചില സംശയങ്ങളുള്ളത്. മാത്രമല്ല, ഈ പറയുന്ന SIT സംഘമൊക്കെ എത്തിയത് ഇന്നലെയും ഇന്നുമായിട്ടാണ്. ഈ വാർത്ത പുറത്തു വന്നത്, അല്ലെങ്കിൽ SIT നിയമിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നത് കഴിഞ്ഞ അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്വർണം സൂക്ഷിച്ചിട്ടുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ മാറ്റാൻ സാധിക്കുമായിരുന്നല്ലോ എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടെത്തിയിട്ടുള്ള സ്വർണം തീർച്ചയായിട്ടും ശബരിമലയിൽ നിന്ന് കാണാതായിട്ടുള്ള സ്വർണം തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഇത്രയും വർഷം 2019 ഇത് സംഭവിച്ചു, 2025 വരെ അത് ഒന്ന് അനക്കുക പോലും ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നു എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ സംശയം ഒന്നുകൂടി ഉന്നയിച്ചിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ കൂടിയാണ്. ജനത്തിലടക്കം ഇതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകളിലും ഇതേ സംശയം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ശബരിമലയിൽ നിന്നും മോഷ്ടിച്ച സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തത് നാടകമെന്ന സംശയം കൂടി ബലപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. വിവാദമായ പഴയ കത്തിക്ക് സമാനമാണ് ഗോവർദ്ധന്റെ റോത്താങ് ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുത്ത തൊണ്ടിമുതൽ എന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ സമാനമായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. കൃത്യമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൃത്യമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം മുൻപോട്ട് വെച്ച ചില നിരീക്ഷണങ്ങൾ ഈ കേസ് സസൂക്ഷ്മം പിന്തുടരുന്ന ഏതൊരാളുടെ മനസ്സിലും ഉണ്ടാകുന്നതാണ്. ബെല്ലാരിയിൽ നടന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തെ പോലും പരിമിതപ്പെടുത്തുന്ന നാടകമാണെന്നാണ് ശ്രീജിത്ത് പണിക്കർ അടക്കം പറഞ്ഞു വെക്കുന്നത്. 2019 സ്വർണം 6 വർഷം കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യാതെ ഈ പറയുന്ന ഗോവർദ്ധൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജ്വല്ലറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം SIT കണ്ടെടുത്ത സ്വർണം ഏതാണ്ട് 50 പവനാണ്. ജ്വല്ലറിയെ സംബന്ധിച്ച് അത് വളരെ ചെറിയ ഒരു അളവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് 50 പവൻ സ്വർണം മാത്രം കട്ടികളാക്കി ഈ സ്വർണ്ണക്കടയിൽ സൂക്ഷിച്ചത്? ഇതാണ് ഒരു ചോദ്യം. ഇനി എന്തുകൊണ്ടാണ് SIT അവിടെ ചെല്ലുന്ന സമയത്ത് 60 100 പവൻ കിട്ടാത്തത്? കൃത്യമായി കോടതിയുടെ കണക്കിൽ പറഞ്ഞ അതേ അളവിലുള്ള സ്വർണം മാത്രം അവിടെ നിന്ന് കണ്ടെത്തിയത് സംശയം ബലപ്പെടുത്തുന്നു എന്നുകൂടി ശ്രീജിത്ത് പണിക്കർ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊരു സംശയം തന്നെയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം 1 മാസമായി ഗോവർദ്ധന്റെ ജ്വല്ലറി ഷോപ്പ് അടഞ്ഞുകിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും വിചിത്രമായ കാര്യം, ഇവിടെ അന്വേഷണം തുടങ്ങുന്ന സമയം തന്നെ അവിടെ ജ്വല്ലറി അടച്ചു. ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷണം തന്നിലേക്ക് വരുമെന്ന് ഗോവർദ്ധനും അറിയാം. കാരണം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിലും കോടതി വിധികളിലും ഗോവർദ്ധന്റെ പേരുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗോവർദ്ധൻ. അങ്ങനെയാണെങ്കിൽ അന്വേഷണം ഏത് നിമിഷവും തന്നിലേക്ക് എത്തുമെന്നും അയാൾക്ക് കൃത്യമായിട്ട് അറിവുണ്ട്. അത്തരമൊരവസ്ഥയിൽ 400 ഗ്രാം സ്വർണം അവിടെ നിന്ന് മാറ്റാനല്ലേ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇത്രയേറെ കേരളത്തിൽ ഈ വിഷയം വിവാദമായി കൊണ്ടിരിക്കുകയാണ്. തന്നിലേക്ക് ഏത് നിമിഷവും അന്വേഷണം എത്തും എന്നുള്ളൊരു ഭയപ്പാടോ ആശങ്കയോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീജിത്ത് പണിക്കർ അടക്കം ഉന്നയിച്ചതുപോലെ അവിടെ നിന്ന് ഇത്രയും സ്വർണം കൃത്യമായിട്ട് ഈ ഒരു അളവിലുള്ള സ്വർണം അവിടെ നിന്ന് മാറ്റാനുള്ള സാധ്യതയാണുള്ളത്. ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ കൃത്യമായി 400 ഗ്രാം തൊണ്ടി മുതലായി അവിടെ സൂക്ഷിക്കുമോ? ഇതാണ് മറ്റൊരു ചോദ്യം. കോടതിയുടെ കണക്കിൽ പറയുന്ന അതേ അളവിൽ സ്വർണം അവിടെ നിന്ന് കണ്ടെത്തിയെങ്കിൽ അതിന്റെ പേര് നാടകമെന്നാണ്. ബെല്ലാരിയിൽ നടന്നത് കൃത്യമായ തിരക്കഥയാണ്. ആരൊക്കെയോ അറിഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ കഥാപാത്രമാണ് ഗോവർദ്ധൻ എന്നുള്ള ചില സംശയങ്ങൾ കൂടിയാണ് ഉയരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള പോറ്റിയിൽ നിന്നും പോറ്റിയിൽ അവസാനിക്കേണ്ട ഒരു അന്വേഷണവും ഗോവർദ്ധനിൽ തീരേണ്ട അന്വേഷണവും അല്ല. അതാണ് നമ്മൾ തുടക്കം മുതൽ പറയുന്നത്. ഇതിന് പിൻപിലുള്ള പല വമ്പൻ സ്രാവുകളും എവിടെ എന്നുള്ള ചോദ്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയോ അല്ലെങ്കിൽ മുരാരി ബാബുവിൻ്റെയോ ഈ പറയുന്ന ഗോവർദ്ധന്റെയോ പേരുകൾ മാത്രമല്ല, ഇതിന് പിന്നിലുള്ള മറ്റുള്ള വമ്പന്മാർ, അത് ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും അവരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടിയിരിക്കുന്നു. സ്വർണം കണ്ടെത്തിയതിൽ സന്തോഷമെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത്. 2ാമത്തെ തവണയാണ് അന്വേഷണം ആരംഭിച്ചതിന് ശേഷം സന്തോഷമുണ്ടെന്ന് VN വാസവൻ പറഞ്ഞു വെക്കുന്നത്.
SITയെ നിയമിച്ച സമയത്തായിരുന്നു VN വാസവന് ആദ്യത്തെ സന്തോഷം. സ്വർണം പോയപ്പോൾ പോലും ദുഃഖം പ്രകടിപ്പിക്കാത്ത ആൾക്ക് അത് കിട്ടുമ്പോൾ സന്തോഷം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. സന്തോഷം പ്രകടിപ്പിക്കാൻ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ട്രഷറർ ഹണ്ട് മത്സരമല്ലെന്നും ശ്രീജിത്ത് പണിക്കർ വളരെ പരിഹസിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. വിജിലൻസിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തി 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ 2 ആഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിരിക്കുന്നു. കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ല രീതിയിലുള്ള നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ സത്യസന്ധമായി പെരുമാറുമോ എന്ന ഒരു ആശങ്ക കൂടി, അല്ലെങ്കിൽ ഒരു ചോദ്യം കൂടി ഒരു കൂട്ടർ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ പോലീസും CPM-നും സർക്കാരിനും പ്രതികൂലമാകുന്ന എന്തെങ്കിലും കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് ഇതുവരെയുള്ള അനുഭവം വെച്ച് കരുതാനാവില്ല. കോടതിയെ വിദഗ്ധമായി കബളിപ്പിക്കുന്നതിനാകാം സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തു നിന്നുള്ള ഇനിയുള്ള നീക്കങ്ങൾ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കോടതി നിർദ്ദേശത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ സ്വാഗതം ചെയ്തിട്ടുള്ളത് തന്നെ വളരെ ദുഷ്ടലാക്കോടെയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. 6 ആഴ്ചക്കാലം സമയമുണ്ടല്ലോ എന്നായിരിക്കാം മന്ത്രിയുടെ മനസ്സിലുള്ളത്. അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അതിനിടെ അട്ടിമറികൾ നടത്താം എന്നുകൂടിയായിരിക്കാം ഒരു പക്ഷേ ആ സ്വരത്തിലുള്ള ഒരു ദ്വയാർത്ഥം എന്ന് പറയുന്നത്. ഇത്രയും വലിയ കൊള്ള ശബരിമലയിൽ നടത്താമെങ്കിൽ അത് മൂടിവെക്കാൻ ഏതറ്റം വരെയും ഇക്കൂട്ടർ പോകുമെന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും വർഷകാലം അതിനെ ഒരു ഈച്ച പോലും അറിയാതെ, അതും ശബരിമല പോലുള്ള അത്രയും പരിഭാവനമായിട്ടുള്ള, അത്രയും സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയേറെ സ്വർണ്ണങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും വർഷം അതിനെ മൂടിവെക്കാൻ പോലും ഈച്ച പോലും അറിയാതെ മൂടിവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയും അതിനെ എങ്ങനെ കുഴിച്ചു മൂടാം എന്നുള്ളതിലും ഇക്കൂട്ടർക്ക് ഒരു പ്ലാൻ B കാണും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉന്നയിക്കുന്ന ഒരു വിഷയം. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമായാണ് ഇവർ കാണുക. കോടതി വിധിയെ ഇവർ സ്വാഗതം ചെയ്യുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ മാത്രമാണ്. ശബരിമലയിലെ മറ്റ് സ്വർണ്ണ സമ്പത്തിനും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തെ അന്ധമായി വിശ്വസിക്കുന്നതും അബദ്ധമായേക്കാം എന്നാണ് ആശങ്ക. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർ രക്ഷപ്പെടുകയും ചെയ്യും. അത് സംഭവിക്കാതിരിക്കാനുള്ള കരുതൽ ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും പറയും, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നാണല്ലോ പറയാറുള്ളത്. പിണറായി സർക്കാർ ശബരിമലയെയും അയ്യപ്പസ്വാമിയെയും നിന്ദിക്കുകയാണ്. അതിന്റെ ഫലം അവർ അനുഭവിച്ചേ തീരൂ. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു ശബരിമലയിലെത്തി വളരെ ഭക്തിപൂർവ്വം സന്നിധാനത്ത് അയ്യപ്പന്റെ മുൻപിൽ നിന്ന് തൊഴുകൈകളോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടുപുറകിൽ നിൽക്കുന്ന മന്ത്രി VN വാസവന്റെ ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ കൂസലില്ലാതെ ഒരു അയ്യപ്പന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഇത്രയേറെ ആളുകൾ 41 ദിവസത്തെ വ്രതമെടുത്ത് ഈ വളരെ ദുഷ്കരമായിട്ടുള്ള വഴികളിലൂടെയൊക്കെ തന്നെ കാനനപാതയിലൂടെ യാത്ര ചെയ്ത് അയ്യപ്പന്റെ തിരുസന്നിധിയിൽ എത്തുമ്പോൾ അവർക്കെല്ലാം ഒരു നിമിഷമെങ്കിലും, ഒരു സെക്കൻഡെങ്കിലും അയ്യപ്പനൊന്ന് നേരിൽ കണ്ടാൽ മതി എന്നാണ് ഓരോ വിശ്വാസികൾ വിചാരിക്കുക. അവിടെയാണ് മന്ത്രി വാസവനടക്കം കൈയൊക്കെ വളരെ കെട്ടിക്കൊണ്ട്, ഇങ്ങനെ കൈ അഴിച്ചിട്ടുകൊണ്ട് വളരെ കൂസലില്ലാതെ മുഖത്തൊരു പുച്ഛമായിട്ടുള്ള ഒരു ചിരി വിതറിക്കൊണ്ട് അവിടെ നിൽക്കുന്നത് നമ്മൾ കാണാൻ സാധിച്ചത്. എന്തിനാണ് ഇത്തരം വിശ്വാസികളല്ലാത്തവർ ഇതിനു മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ്. ആ ഒരു കാഴ്ച കണ്ടാൽ ഏതൊരു വിശ്വാസികൾക്കും കലി കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒരു ഭക്തിയും ഇല്ലാത്ത കൂട്ടർ അവിടെ വന്ന് കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു സംശയമാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു നാടകമാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതിനുള്ള സംശയം എന്ന് പറയുന്നത് ആ സ്വർണം അതേ അളവിൽ തന്നെ ഈ പറയുന്ന ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. ഇത്രയും കാലം അത് അനക്കാതെ അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ അന്വേഷണം നടക്കുമ്പോൾ ഈ പറയുന്ന മോഷ്ടിച്ചുള്ള കള്ളന്മാർക്കും പ്രതികൾക്കൊക്കെ തന്നെ അത് മാറ്റാനുള്ള ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. അത് അതുപോലെ തന്നെ അനക്കാതെ അവിടെ വെച്ചു എന്നുള്ളതും ഒരു സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. SIT സത്യസന്ധമായി അന്വേഷിച്ച് അതിനുള്ള ഉത്തരം കണ്ടെത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഇത്രയേറെ വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് ഈ ഒരു തെറ്റ്, ഈ ഒരു കൊള്ള നടത്തിയവരൊന്നും തന്നെ രക്ഷപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അവർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.